പാരന്റിങ് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. നമുക്ക് അറിയാവുന്ന രീതിയിലൊക്കെ നമുക്ക് മക്കളെ വളർത്താൻ ശ്രമിക്കാം എന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കേണ്ടത് നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ഈ ജനറേഷൻ ട്രോമയൊക്കെ ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് പോകുന്നത് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഒരിക്കൽ പോലും കെട്ടിപ്പിടിച്ചിട്ടില്ലാത്ത ഒരു അമ്മയുടെ മകള് ഒരു അമ്മയായി കഴിയുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിക്കാൻ അവൾ അനുഭവിക്കുന്ന ഒരു മെൻ്റൽ ബ്ലോക്ക് ഉണ്ട്. അതിനെ നമ്മുടെ അറിവ് കൊണ്ടും തിരിച്ചറിവ് കൊണ്ടും അവയർനെസ് കൊണ്ടും തിരുത്തി എൻ്റെ മക്കളെ ഞാൻ കെട്ടിപ്പിടിക്കും, എനിക്ക് കിട്ടാത്തത് ഞാൻ കൊടുക്കും, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ പാരൻറ്റിങ് അല്ല ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവാണ് ഇവിടെ ഈ ജനറേഷൻ ഡ്രോമയൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്ന കുട്ടികൾ വളർന്നു വരുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് കണ്ടെത്താൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അവരുടെ തലയിൽ നിങ്ങൾ അവരെക്കുറിച്ച് പറഞ്ഞ കുറ്റപ്പെടുത്തലുകളാണ് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക. അത് പിന്നീട് സെൽഫ് ഡൗട്ടിലേക്ക് പോകും. പിന്നീട് അവർക്ക് ലൈഫിൽ ഡിസിഷൻസ് എടുക്കാൻ പറ്റാത്ത തരത്തിൽ അവരുടെ മാനസിക നിലയെ അത് ബാധിച്ചിട്ടുണ്ടാകും. സോ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നത് കൊണ്ടും ഒരിക്കൽ പോലും അത്ര കാര്യമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, വെൽ ഡൺ, നീ അത് ചെയ്ത് നന്നായി, അല്ലെങ്കിൽ നീ ചെയ്തതാണ് ശരി, അങ്ങനെയൊന്നും ഒരു അപ്രിസിയേഷൻ കിട്ടാത്തത് കൊണ്ട് ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ തോന്നണം അത് ഞാൻ മിക്കുന്നത് തെറ്റായിട്ട് തന്നെയായിരിക്കും എടുക്കുക, അല്ലെങ്കിൽ അത് ശരിയാവാൻ പോകുന്നില്ല, അവനവനിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. പാരൻസിൻ്റെ ക്രിറ്റിസിസത്തിന് ഭയങ്കരമായിട്ടൊരു ഇമ്പാക്റ്റ് കുട്ടികളുടെ മനസ്സിനുണ്ടാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അവരെ അടുത്ത് വിളിച്ചിരുത്തി അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ നമുക്ക് സമയം ഉണ്ടാവണം. കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ഒരു ലോകമുണ്ട്. അത് നമ്മളുടെ ഉയരത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല. കുട്ടികളെ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ നമ്മുടെ കുട്ടികളെ എടുത്ത് നമ്മുടെ ഉയർത്താണ് ചെയ്യുക, അല്ലെ നമ്മുടെ ഉയരത്തിലേക്ക് അവർ ഉയർത്താണ് ചെയ്യുക. അതൊരിക്കലും നടക്കില്ല. അവരുടെ മാനസികാവസ്ഥകളെയും അവരുടെ ലോകത്തെയും അവർ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ വലിയ ആളാണെന്നുള്ള ചിന്തയൊക്കെ മാറ്റിവെച്ച് കുട്ടികളുടെ നിലവാരത്തിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുവരണം. അവരനുഭവിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. ചെറുപ്പത്തിൽ തന്നെ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ നല്ല പൗരന്മാരായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം ഒരു ശ്രമമാണ്. ഞാനിപ്പോൾ ഈ നടത്തുന്നത് ഉൾപ്പെടെ ഒരു ശ്രമം മാത്രമാണ്. എല്ലാ മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് അറിവുണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും അത്ര പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മളിപ്പോൾ വിചാരിക്കും നമുക്ക് കിട്ടാത്തത് നമ്മൾ അവർക്ക് കൊടുക്കണമെന്നാണല്ലേ. പക്ഷെ അങ്ങനെ ആയിരിക്കണമെന്നില്ല. നിങ്ങളുടെ മുമ്പിലുള്ള നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളല്ല. ശരിയാണ്, നിങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്സ് അവർ കാണിച്ചേക്കാം, പക്ഷെ അത് നിങ്ങളല്ല. നിങ്ങളുടെ ട്രോമാസ് കൊണ്ട് തട്ടേണ്ട ഒരിടമല്ല. അല്ലെങ്കിൽ എനിക്ക് കിട്ടാത്തത് ഞാൻ കൊടുക്കുന്നു എന്നുള്ളതല്ല. എൻ്റെ കുഞ്ഞിന് എന്താണ് വേണ്ടത്, ആ കുഞ്ഞിനെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു സെപ്പറേറ്റഡ് പേഴ്സൺ ആയിട്ട് വേറെ ഒരു വ്യക്തിയായിട്ട് പരിഗണിക്കുക എന്നുള്ളതാണ് ഇതിനകത്തെ പ്രാധാന്യമുള്ള ഘടകം. നമ്മൾ തന്നെയാണ് അവരുടെ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ. കുട്ടികളെ കേൾക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവണം. അവരുടെ ലോകത്തിൽ നിങ്ങളും ഉണ്ടായിരിക്കണം. അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഉണ്ടാകണം. ഇനി വേറൊരു പ്രശ്നമാണ് കുട്ടികളെ ഇൻഡിപെൻഡൻ്റ് ആക്കി വളർത്തുക എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻ്റ് ആക്കി വളർത്തുക എന്ന് പറയുന്നതിനർത്ഥം കുട്ടികളെ എല്ലാത്തിൻ്റെ മുമ്പിലും ഒറ്റയ്ക്കാക്കി നിങ്ങൾ അങ്ങോട്ട് മാറിപ്പോകുക എന്നല്ല. നിങ്ങൾ അപ്പുറത്തുണ്ട് എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് വേണം കുഞ്ഞിനെ ഓരോ കാര്യം ഫേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ജീവിതത്തിൻ്റെ പല സിറ്റുവേഷൻ അവർ ഒറ്റയ്ക്കായിരിക്കും. അവർക്ക് ഒരിക്കലും എല്ലാ കാര്യത്തിനെയും നമ്മളെപ്പോഴും അവരെ കൂടെ നിന്ന് നമുക്ക് അല്ലെങ്കിൽ ഫേസ് ചെയ്യാൻ പറയാൻ പറ്റത്തില്ല. അവർ ഓരോരുത്തരും ജീവിതത്തെ ഒറ്റയ്ക്ക് നേരിടേണ്ടതുണ്ട്. പക്ഷെ അതിനർത്ഥം നമ്മൾ അവരെ ഒരു കാട്ടിൽ തനിച്ചാക്കി നമ്മൾ ഓടിപ്പോയല്ല. നമ്മൾ പുറകിലുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞാനുണ്ട്. ഒരു ഇമോഷണൽ സപ്പോർട്ട് പുറകിൽ നിന്നെങ്കിലും ഇൻഡയറക്റ്റ് ആയെങ്കിലും കൊടുക്കാൻ നമ്മളുണ്ട് എന്നുള്ളത് അവരൊരുപാട് ശക്തിപ്പെടുത്തുന്നുണ്ട്. ഹോം തന്നെ ആയിരിക്കട്ടെ. കുട്ടികളുടെ മാനസികാരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഉണ്ടായിരിക്കട്ടെ. വയറ് ചെയ്തും ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ മക്കളാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവരിൽ നിന്ന് അവരുടെ കഴിവിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടും കുട്ടികളെ ഭാരപ്പെടുത്താതിരിക്കുക. ഇതൊരു ചെറിയൊരു അവയർനെസ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.